എൻ്റെ പേര് ഡെയ്സി റെയ്നി. ഞാൻ എറണാകുളം ജില്ലയിലെ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 നവംബർ 10 തുടങ്ങി 13-ാം തീയതി വരെയുള്ള കൂനമ്മാവ് കൺവെൻഷനിൽ പങ്കെടുത്തു. ഒത്തിരി പ്രയാസത്തോടു കൂടിയാണ് ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുത്തത്. എൻ്റെ മകൾക്ക് നേഴ്സിങ്ങിന് അഡ്മിഷന് കേരളത്തിൽ കിട്ടാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങും സീറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ട് ഞാനും മോളും കൂടി കൂനമ്മാവ് കൺവെൻഷനിൽ പങ്കെടുത്തു. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ പറഞ്ഞു മോൾക്ക് ലിസിയിൽ അഡ്മിഷൻ കിട്ടുമെന്ന്. ബ്രദറിനോട് ഞാൻ പറഞ്ഞു ലിസിയിൽ വാക്കൻസി ഒന്നുമില്ല ബ്രദറെ, ലിസിയിൽ കിട്ടൂല, വേറെ കോലഞ്ചേരി MOSC കോളേജിലാണ് സീറ്റുള്ളത്, അവിടെ കിട്ടാൻ ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബ്രദർ വീണ്ടും പറഞ്ഞു ഇല്ല, നിൻ്റെ മോൾക്ക് ലിസിയിൽ അഡ്മിഷൻ കിട്ടണമെന്ന് മാതാവ് നിന്നോട് പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ഈശോയെ മാതാവെ ഞാനത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. ബ്രദർ എന്നോട് പ്രത്യേകം പറഞ്ഞ് അഡ്മിഷൻ കിട്ടണത് വരെ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കണമായിരുന്നു. മകൾ പള്ളിയിൽ പോയി വരുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് കേരളത്തിൽ വെളിയിൽ അഡ്മിഷൻ എടുക്കണില്ലേ, എന്താണ് നോക്കാത്തത്, സീറ്റൊന്നും ഇല്ലല്ല, തീർന്നല്ല എന്ന് പറയും. അവൾ പള്ളിയിലെ ലാസ്റ്റ് പാട്ട് തീരണതിന് മുമ്പ് ഷോള് തലയിലിട്ട് വീട്ടിലേക്ക് ഓടിപ്പോരും. അമ്മ ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് പറയും. പക്ഷേ ഗുണമാവ് കൺവെൻഷനിൽ 12-ാം തീയതി കൗൺസിലിങ്ങിലാണ് ബ്രദർ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഡ്മിഷൻ കിട്ടിയ പോലെ തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് അവരങ്ങാണ്ട് കാശ് കൊടുത്ത് അഡ്മിഷൻ എടുത്തു വെച്ചേക്കണമെന്ന് തോന്നുന്നു, അവർ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നവംബർ 28-ാം തീയതി എൻ്റെ മോൾക്ക് ലിസിയിൽ അഡ്മിഷൻ കിട്ടി. അവളിപ്പോൾ ലിസിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. കേരളത്തിൽ വെളിയിൽ അഡ്മിഷൻ കിട്ടാതെ കേരളത്തിൽ തന്നെ ഒരു കൊന്തയുള്ള പ്രാർത്ഥനയുള്ള ഈശോയെ ഒരു ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അതേപോലെ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അതുപോലെ അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു. 7:55 വീട്ടിൽ നിന്ന് പോയി 7:55 പഞ്ച് ചെയ്താൽ മതി, 7:55 എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാതെ ഈശോയും മാതാവും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരുവാനുള്ള അനുഗ്രഹം തന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ കലൂർ വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലികമായിട്ട് മീറ്റർ റീഡിങ് ജോലി ചെയ്യണതാണ്. അപ്പം ഞാനൊരു ദിവസം കഴിഞ്ഞ മാസം ആദ്യം ഞാനൊരു വീട്ടിലെ മെയിൻ എൻട്രൻസിൽ കൂടി റീഡിങ് എടുക്കാൻ കയറി. അപ്പം മീറ്റർ ഇരിക്കണത് സൈഡ് വഴിയിലാണ്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചി പറഞ്ഞു, ഞാൻ സൈഡിലേക്ക് ഇറങ്ങി പോകാൻ പോയപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു വേണ്ട മോനെ, ആ വഴി ഒരു ചെടിയുടെ ഇടയിൽ കൂടി കാണിച്ചിട്ട് മോൻ അതിലേ കൂടി പൊയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാലിങ്ങനെ സിമെൻറ്റിൽ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കണ പോലെ ഇരിക്കണേണ്. 3 പ്രാവശ്യം ആ ചേച്ചി എന്നോട് പറഞ്ഞു ആ വഴി പൊയ്ക്കോന്ന്. അപ്പോൾ ഈ 3 പ്രാവശ്യം എന്നോട് പോവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ ചേച്ചി പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും നല്ല വിഷമുള്ളൊരു പാമ്പ് ഞാൻ പോവാൻ പോയ സ്ഥലത്ത് ഒരു വലിയൊരു ഇലയുടെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് യേശുവേ നന്ദി എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാച്ചൻ മരിച്ചിട്ട് 6 വർഷമായി. ഞാൻ ചാച്ചൻ്റെ കുറേ ഡ്രസ്സുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂനമ്മാവ് കൺവെൻഷൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിച്ചവരുടെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാൻ ഭയങ്കര വിഷമമായിരുന്നു. അവസാനം ഞാൻ കൺവെൻഷൻ തീരണതിന് മുന്നേ ഞാൻ ഈ ഡ്രസ്സുകളും പിന്നെ എൻ്റെ അടുത്ത വീട്ടിലൊരു കൊച്ചി എൻ്റെ മോൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പാവേന. അപ്പോൾ ആ കൊച്ചി വെള്ളത്തിൽ പോയി മരിച്ചു. അപ്പോൾ അതുമൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ നശിപ്പിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഈ 6 വർഷം ഞാൻ അനുഭവിക്കാത്ത സന്തോഷം എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട്. ഇതാണ് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. പിന്നെ ഉത്തരീയം ധരിച്ച് എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ കൂനമ്മാവ് കൺവെൻഷനിൽ ഞാൻ ഉത്തരീയം ധരിക്കും, പക്ഷെ ഒരാഴ്ച കൂടുതൽ ഞാൻ ധരിക്കില്ല, എനിക്ക് ചൊറിയും. അപ്പോൾ ഞാനതെടുത്ത് മാറ്റും. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അപ്പോൾ ഞാൻ സാധാരണ ധരിച്ചാൽ തന്നെ കുളിക്കുമ്പോൾ എടുത്ത് മാറ്റും. അപ്പോൾ അച്ഛൻ അതിൽ പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ കുളിക്കുമ്പോൾ പോലും ഊരി വെക്കരുതെന്ന്. ഞാൻ ആ കൺവെൻഷൻ ആ സമയത്ത് അവിടെ നിന്ന് തന്നെ ഞാൻ ഉത്തരീയം വാങ്ങിച്ച് ഇപ്പം അന്ന് തുടങ്ങി ഞാൻ കഴുത്തേലിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കണത് ആ പാമ്പിനെ കണ്ടപ്പോൾ എന്നെ പിടിച്ച് നിർത്തിയത് ആ ഉത്തരീയത്തിൻ്റെ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ 4ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒത്തിരി ഒന്നും മദ്യപിക്കില്ല, പക്ഷേ എന്നാലും കൂനമ്മാവ് കൺവെൻഷനിൽ വെച്ച് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിസംബർ ആദ്യത്തെ ആഴ്ചയില
ഞാൻ അത്ഭുത ജപമാല കൂടി ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു. ഈശോയെ, എൻ്റെ ഭർത്താവിൻ്റെയും അതേപോലെ ഒരു 50 ലക്ഷം മദ്യപാനികളുടെ മദ്യപാനം മാറ്റി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം ഈശോ എൻ്റെ തിരുഹൃദയത്തിൽ നോക്കി ഭർത്താവ് പറഞ്ഞ്, എടി ഞാൻ മദ്യപാനം നിർത്താൻ പോണേണെന്നും പറഞ്ഞ് ഉണ്ടായിരുന്ന മദ്യക്കുപ്പി സിങ്കിലേക്ക് ഒഴിച്ചു കളഞ്ഞ്. പിന്നെ ഇതുവരെ ക്രിസ്മസിന് ഇതുവരെയും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഈ സമയം വരെ എൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് 18 വർഷമായിട്ട് നടുവേദനയാണ്. എനിക്ക് താഴെ കിടക്കാൻ പറ്റില്ല, പച്ചവെള്ളത്തിൽ കുടിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. എനിക്ക് കസേരയിൽ 1 മണിക്കൂർ കൂടുതൽ എനിക്ക് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കും. മീറ്റിംഗാണ്, ഇപ്പോൾ ഓഫീസിലെ മീറ്റിങ്ങിലാണെങ്കിലും 1 മണിക്കൂറിൽ കൂടുതൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ബാക്കിൽ പോയി നിൽക്കും. എനിക്ക് ബാക്ക് പെയിൻ ആണ്, എനിക്ക് പറ്റില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ 6 മണി തുടങ്ങിയുള്ളത് എനിക്ക് 10 മണി വരെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കുളിക്കണത് എനിക്ക് എൻ്റെ ബാക്കിൽ വന്ന ആൾ എനിക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളൊരു ഭയങ്കര പ്രയാസമാണ് എനിക്ക്. അപ്പം ഞാൻ 3:30 വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ കുളിക്കണത്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ നടുവേദനയും ഈശോ മാറ്റി തന്ന് ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് ചെയ്ത ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. നല്ലൊരു കൈയടി കൊടുക്കുക. എത്ര സാക്ഷ്യങ്ങൾ, എത്ര അനുഗ്രഹങ്ങളാണ് കേട്ടത് അല്ലേ? നിങ്ങൾ ഇതിൽ ഓരോന്ന് കേൾക്കുമ്പോൾ അത് പഠിച്ചോളോട്ടെ. അതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ അത് കേട്ടില്ലേ? ആ ലിസി എന്ന ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ആ ബ്രദർ പ്രത്യേകം പറഞ്ഞു അത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വന്ന് കിട്ടാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഇത് ആരോടും മിണ്ടരുത്, മാതാവ് പറഞ്ഞിരിക്കുന്നതാണ്, തീർച്ചയായിട്ടും കിട്ടും, ഒറ്റാളും പറയരുത്. ഇന്നലെ എടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, എല്ലാം എല്ലാവരും തുറന്ന് പറയരുത്. അപ്പോൾ ഇന്നലെ ഒരു സഹോദരൻ വന്നിട്ട് പറയായിരുന്നു, അദ്ദേഹം ക്ലാസ് എടുത്ത് എത്ര നന്നായി, എൻ്റെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ എല്ലാവരുടെ എല്ലാം തുറന്നു പറയുന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം എല്ലാവരുടെ എല്ലാം അങ്ങനെ തുറന്നു പറയും. ചിലപ്പോൾ ഇപ്പം എൻ്റെ മോൻ്റെ കല്യാണം ഇപ്പോഴും നടന്നിട്ടില്ല. എപ്പോഴും കാരണം എല്ലാ കാര്യത്തിലും തടസ്സം അദ്ദേഹത്തിന് പല മേഖലയിലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ് എല്ലാവരുടെ എല്ലാം അങ്ങനെ തുറന്നു പറയുക. ഉണ്ടോ? അപ്പോൾ ഇത് ഇപ്പോൾ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ആ ചേച്ചി പറയുമായിരുന്നു 10 പേരോട് അല്ലെങ്കിൽ 2-3 പേരോട് അതേ കൗൺസിലർ പറഞ്ഞുകൊണ്ട് ലിസിയിൽ കിട്ടുന്ന പറഞ്ഞാൽ ലിസിയിൽ കിട്ടുന്ന 4 പേരോട് പറഞ്ഞെങ്കിൽ ഇന്നത് കിട്ടുമോ? കിട്ടില്ലത്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊരു സാക്ഷ്യം പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരോടും മിണ്ടി പോകരുത്, മിണ്ടാതിരുന്നാൽ മതി. അതെല്ലാം സാധിച്ച് കിട്ടുമ്പോൾ പിന്നെ പറയുക, അച്ഛൻ ഇതേ ബ്രദർ പറഞ്ഞിട്ടുണ്ടായി, ഗുണമാവ് വെച്ച് അത് പറഞ്ഞിട്ടുണ്ടായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാക്ഷ്യം പറയുക. അത് സംഭവിച്ചതിന് ശേഷം അതിന് മുന്നേ ഒരാളോടും മിണ്ടി പോകരുത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.